നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പണമില്ല സർക്കാരിന് ഓണപ്രതിസന്ധി. ക്ഷേമ പെൻഷൻ നാളെ മുതൽ. സർക്കാർ ജീവനക്കാർക്ക് 4500 രൂപ ബോണസ്. ആശാ അംഗനവാടി ജീവനക്കാർക്ക് 1450 രൂപ. സഹായധനം ഉടൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരു നടപടിയുമില്ല. സർവ്വതും നഷ്ടപ്പെട്ടവരെ സർക്കാർ കൈയൊഴിയുന്നു. എം.വി. ഗോവിന്ദൻ. മിച്ചി മർപ്പുവിന് നീതി ഉറപ്പാക്കുമെന്ന് മാനേജ്മെന്റ്. എം.എ. കോളേജ് വിദ്യാർത്ഥി സമരം വിജയിച്ചു. ഗൾഫ് വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ അടിയന്തര നടപടി വേണം. പ്രതിപക്ഷ നേതാവ് വ്യോമയാന മന്ത്രിക്ക് കത്തയച്ചു. പ്രതിപക്ഷ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളെ സ്വത്തിൽ നിന്നും ഒഴിപ്പിക്കാം. സുപ്രീം കോടതി. വീനം തുറമുഖം എക്സിം പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കെഎസ്ആർടിസിയുടെ എക്സിക്യൂട്ടീവ് എ.സി വോൾവോ സർവീസ് തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. പണമില്ല സർക്കാരിന് ഓണപ്രതിസന്ധി. ഓണക്കാല ചെലവുകൾ പോലും ഏറ്റെടുക്കാനാകാതെ സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. വലിയ തോതിൽ കടമെടുത്തിട്ടും പതിവ് ഓണക്കാല ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനാകാതെ കുഴയുന്നു. പണമില്ലാത്തതിനാൽ വിവിധ വിഭാഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണം പേരിനു മാത്രമാക്കി. ഓണത്തിന്റെ ഭാഗമായി വിവിധ വിഭാഗങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളൊന്നും വിതരണം ചെയ്തിട്ടില്ല. ഈ വർഷം എടുക്കാവുന്ന കടത്തിന്റെ പകുതി 3 മാസത്തിനുള്ളിൽ എടുത്തു കഴിഞ്ഞു. ചൊവ്വാഴ്ച എടുത്ത 2200 കോടി രൂപയുടെ കടവും ചേർന്നപ്പോൾ 3 മാസത്തിൽ എടുത്തത് 30,500 കോടി രൂപയാണ്. ഈ മാസം ആദ്യം 1800 കോടി എടുത്തിരുന്നു. ഓണം കഴിഞ്ഞാൽ ട്രഷറി പ്രവർത്തനം നിലക്കുമെന്നാണ് ഭയപ്പാടിലാണ് ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ. ട്രഷറിയിൽ നിന്നും 10 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മാത്രമാണ് മാറി നൽകുന്നത്. ഓണം പ്രമാണിച്ചും ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല. തിങ്കളാഴ്ച വരെ സമർപ്പിച്ചിട്ടുള്ള ബില്ലുകൾക്കാണ് ഈ ആനുകൂല്യമുള്ളതും. അതിനു മുകളിലുള്ള തുകകൾക്കുള്ള ബില്ലുകളെല്ലാം മാസങ്ങളിലായി ക്യൂവിലാണ്. ജൂലൈയിൽ തന്നെ ഈ വർഷത്തെ റവന്യൂ കമ്മി 16,863 കോടി രൂപയായി. ആഗസ്റ്റ് കഴിയുമ്പോൾ 22,000 കോടി മുകളിൽ എത്തുമെന്നാണ് ധനവകുപ്പ് കണക്ക് കൂട്ടുന്നത്. ധനകമ്മി 22,000 കോടി രൂപയായിട്ട് ഇത്തവണ ഓണം ആനുകൂല്യങ്ങളിൽ വർധനയൊന്നുമില്ല. കരാർ സ്കീം തൊഴിലാളികൾ, ആശാ വർക്കർമാർ, അംഗനവാടി ബാലവാടി ഹെൽപ്പർമാർ, ആയമാർ, പ്രീ പ്രൈമറി അധ്യാപകർ, ബഡ്സ് സ്കൂൾ അധ്യാപകരും ജീവനക്കാരും, പാലിയേറ്റീവ് കെയർ നഴ്സുകൾ, കിശോരി ശക്തി യോജന സ്കൂൾ കൗൺസിലർമാർ, വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികൾ, പ്രേരക്മാർ, അസിസ്റ്റന്റ് പ്രേരക്മാർ, അധ്യാപക അനധ്യാപക ജീവനക്കാർ, SC/ST പ്രൊമോട്ടർമാർ, ടൂറിസം വകുപ്പിലെ ലൈഫ് ഗാർഡുകൾ, ആഭ്യന്തര വകുപ്പിന് കീഴിലെ ഹോം ഗാർഡുകൾ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം LDF സർക്കാർ ഉത്സവ ഭത്ത വർദ്ധിപ്പിച്ചു നൽകി. തൊഴിലുറപ്പുകൾ, തൊഴിലാളികൾ, പൂട്ടിക്കിടക്കുന്ന തൊഴിലിടങ്ങൾ, പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾ, ഖാദി തൊഴിലാളികൾ, വിവിധ മേഖലയ്ക്കുള്ള ഇൻകം സ്പോട്ട് സ്കീം സഹായങ്ങൾ എന്നിവയ്ക്കെല്ലാം ഓണത്തിന് മുമ്പ് തന്നെ നൽകി. കയർ, മത്സ്യബന്ധനം, കൈത്തറി, ഖാദി, ഈറ്റ, കാട്ടുവള്ളി, തട, ബിഡി ആൻഡ് സിഗാർ മേഖലകളിലെ തൊഴിലാളികൾക്ക് ആശ്വാസമാകുന്നതാണ് ഈ നടപടി. കയർ തൊഴിലാളികൾക്ക് ഓണാനുകൂല്യങ്ങൾ ഉറപ്പാക്കാൻ കയർ മാറ്റ് സംഘങ്ങൾ, ഫോമാറ്റിംഗ്സ് ഇന്ത്യൻ ലിമിറ്റഡ്, കയർ കോർപ്പറേഷൻ വിപണി വികസന ഗ്രാന്റും ഓണക്കാലത്ത് ലഭ്യമാക്കി. ചെറുകിട കയർ സംഘങ്ങളിലെ തൊഴിലാളികൾക്ക് ബോണസ് ഉറപ്പാക്കാൻ കയർ കോർപ്പറേഷൻ പരമ്പരാഗത കയർ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചതിന്റെ വില നൽകാൻ സഹായം നൽകി. ഓണാവധി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞ വർഷം LDF സർക്കാരിന് കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ നാളെ മുതൽ. സർക്കാർ ജീവനക്കാർക്ക് 4500 രൂപ ബോണസ്. ആശാ അംഗനവാടി ജീവനക്കാർക്ക് 1450 രൂപ. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പെൻഷൻ വിതരണം മുടങ്ങാതെ ഉറപ്പാക്കുകയെന്ന നയത്തിന്റെ ഭാഗമായാണ് നടപടി. സാധാരണമായി മാസത്തെ 25-ാം തീയതിയോടെ ആരംഭിക്കുന്ന പെൻഷൻ വിതരണം ഓണം പ്രമാണിച്ചാണ് നേരത്തെയാക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. ഇതിനായി ആകെ 1105 കോടി രൂപ അനുവദിച്ചു. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാർക്കുമായി 630 കോടി രൂപയുടെ ഓണ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് 4500 രൂപ ബോണസും 20,000 രൂപ ഓണം അഡ്വാൻസും ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപ ഉത്സവ ഭത്തയായി നൽകും. പാർട്ട് ടൈം താൽക്കാലിക ജീവനക്കാർക്ക് 6000 രൂപയും അഡ്വാൻസ് ലഭിക്കും. ആശാ വർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും 1450 രൂപയും സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപയും ഉത്സവ ഭത്തയായി അനുവദിച്ചിട്ടുണ്ട്. സഹായധനം ഉടൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരു നടപടിയുമില്ല. സർവ്വതും നഷ്ടപ്പെട്ടവരെ സർക്കാർ കൈയൊഴിയുന്നു. M.V. ഗോവിന്ദൻ. കാലവർഷക്കെടുതിയിൽ ദുരിതാശ്വാസ
യാതനം ലഭിക്കുന്നതിൽ സർക്കാരിന്റെ പ്രഖ്യാപനം പാളിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരെ UDF സർക്കാർ കഴിയുകയാണ്. ധനസഹായം നൽകുമെന്ന പ്രഖ്യാപനവും പാഴാക്കിയ ഔദ്യോഗിക നൂലാമാലകളുമുണ്ടെന്ന് പറഞ്ഞ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ 27 മരണമാണ് സംസ്ഥാനത്താകെ റിപ്പോർട്ട് ചെയ്തത്. 4662 ക്യാമ്പുകൾ പ്രവർത്തിച്ചു. 27,048 പേരാണ് ക്യാമ്പിലെത്തിയത്. 1802 ഹെക്ടർ കൃഷിനാശമുണ്ടായി. 23,537 കർഷകരെയാണ് ബാധിച്ചതെന്നും 68 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏത് ഹെഡിൽ നിന്നും തുക നൽകുമെന്നതിൽ പോലും മുഖ്യമന്ത്രിയുടെ റവന്യൂ വകുപ്പ് തീരുമാനമെടുത്തിട്ടില്ല. ഗുണഭോക്താക്കളുടെ പട്ടികയും തയ്യാറാക്കിയിട്ടില്ല. പാവപ്പെട്ട ജനങ്ങളോട് കരുണയില്ലാത്ത സമീപനം സർക്കാർ അവസാനിപ്പിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സമീർ ധർമ്മടത്തിനും PV ദാസനും മലയാള പുരസ്കാരം. സംസ്ഥാന മലയാള പുരസ്കാര സമിതിയുടെ 10ാമത് മലയാള പുരസ്കാരം കണ്ണൂർ ജില്ലയിലെ സമീർ ധർമ്മടത്തിനും PV ദാസനും ലഭിച്ചു. നിരവധി ലഹരി വിരുദ്ധ ക്ലാസുകൾ നൽകിയ മികച്ച സാമൂഹിക പ്രവർത്തനാണ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസറായ സമീർ ധർമ്മടത്തിന് പുരസ്കാരം. ആയിരക്കണക്കിന് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് സൗജന്യമായി വിതരണം ചെയ്ത് പരിസ്ഥിതി പ്രവർത്തകനാണ് പെർളശ്ശേരി സ്വദേശിയായ PV ദാസൻ. സെപ്റ്റംബർ അവസാന വാരം എറണാകുളത്ത് വെച്ച് അവാർഡ് വിതരണം നടക്കും. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ സർവീസ്. എറണാകുളം റൂട്ടിൽ തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതലാണ് സർവീസ് ആരംഭിക്കുക. യാത്രക്കുള്ള ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 36 സീറ്റുകളുള്ള ബിസിനസ് ക്ലാസ് ബസ്സാണ് സർവീസിന് ഉപയോഗിക്കുന്നത്. പ്രീമിയം നിലവാരത്തിലുള്ള സേവനം ഉറപ്പാക്കുന്നതിനായി ബസ്സിൽ ജീവനക്കാരുടെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ എറണാകുളത്തേക്ക് തിരിച്ചുമുള്ള സർവീസ്. തിരുവനന്തപുരത്ത് നിന്നും രാവിലെ 5:30 പുറപ്പെട്ട് കൊല്ലം മയത്തിൽ ആലപ്പുഴ കൊമ്മാടി ഹൈക്കോടതി വഴി രാവിലെ 9:45 എറണാകുളത്തെത്തും. തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നും പുറപ്പെട്ട് 9:45 തിരുവനന്തപുരത്തെത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ദീർഘയാത്രയ്ക്ക് ഉയർന്ന നിലവാരത്തിൽ സുരക്ഷിതമായ യാത്രാനുഭവം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് KSRTC അറിയിച്ചു. ടിക്കറ്റുകൾ മുൻകൂട്ടി വാട്സപ്പിലൂടെ ബുക്ക് ചെയ്യാവുന്നതിനായി 9447707121 എന്ന നമ്പറിലേക്ക് ഒമഷ എന്ന സന്ദേശം അയക്കാം. KSRTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്, എന്റെ KSRTC, നിയോ OPRS മൊബൈൽ ആപ്ലിക്കേഷൻ, മറ്റ് റിസർവേഷൻ കൗണ്ടറുകൾ എന്നിവ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇയർ ബാഗിൽ മനംനൊന്ത് കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ വിഭാഗം വിദ്യാർത്ഥി മിച്ചി മർപ്പു ജീവനൊടുക്കിയ സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതിനാലാണ് സമരം താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നതെന്ന് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രതിനിധിയെ ഉൾക്കൊള്ളിച്ചുള്ള എൻക്വയറി കമ്മിറ്റി നിയമിക്കുക എന്ന പ്രധാന ആവശ്യമാണ് സമരക്കാർ മുന്നോട്ട് വെച്ചത്. അധികൃതർ അംഗീകരിക്കുകയായിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിച്ച 12 ആവശ്യങ്ങൾ ഈ കമ്മിറ്റി ചർച്ച ചെയ്യും എന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി. കമ്മിറ്റിയിൽ പ്രിൻസിപ്പാലിന്റെ ഒരു തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടാകില്ല എന്ന ഉറപ്പ് ലഭിച്ചതായി വിദ്യാർത്ഥി നേതാക്കൾ. HOD മാറ്റി നിർത്തുമെന്നും കമ്മിറ്റിയുടെ ഭാഗമായി തീരുമാനിക്കുന്ന നഷ്ടപരിഹാരം വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നൽകുമെന്നും സമരക്കാർ അറിയിച്ചു. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളെ സ്വത്തിൽ നിന്നും ഒഴിപ്പിക്കാം സുപ്രീം കോടതി. മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണം ഉറപ്പിക്കാൻ മക്കളെ സ്വത്തിൽ നിന്നും ഒഴിപ്പിക്കാൻ ആവശ്യമെങ്കിൽ വയോജന ട്രൈബ്യൂണലിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ PS നരസിംഹം, അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. വാർദ്ധക്യത്തിൽ അവഗണന, അരക്ഷിതാവസ്ഥ, അപമാനം എന്നിവയുണ്ടാവുമെന്ന് ഒഴിവാക്കാനാണ് 2007 നിയമം കൊണ്ടുവന്നതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി.
അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയ സുപ്രീം കോടതി മുത്തശ്ശിയെ സംരക്ഷിക്കാത്ത കൊച്ചുമകനെയും ഭാര്യയും വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ അനുമതി നൽകി. ഉത്തർപ്രദേശുകാരനായ രവികാന്ത് ഗുപ്ത തന്റെ 81 വയസ്സുകാരിയായ മാതാവിന്റെ സംരക്ഷണത്തിനായി സ്വന്തം മകനുമായി നടത്തിയ കേസിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ്. രവികാന്ത് വാങ്ങിയ വീട്ടിലാണ് മകനും കുടുംബവും വൃദ്ധമാതാവും താമസിച്ചിരുന്നത്. എന്നാൽ കൊച്ചുമകനും ഭാര്യയും ചേർന്ന് മുത്തശ്ശിയെ ബലം പ്രയോഗിച്ച് മാറ്റി ഓൾഡ് ഏജ് ഹോമിലാക്കി. ഇതിനെതിരെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അധ്യക്ഷനായ മെയിന്റനൻസ് ട്രൈബ്യൂണലിനെ രവികാന്ത് സമീപിച്ചിരുന്നു. മകനെയും കുടുംബത്തെയും വീട്ടിൽ നിന്നും ഒഴിപ്പിക്കാൻ ഉത്തരവ് നേടി. മിൽമ യൂണിയനും മിൽക്ക് ഫെഡറേഷനും സംരക്ഷിക്കുക, സഹകരണ സ്ഥാപനങ്ങളുടെ ജനാധിപത്യം സംരക്ഷിക്കുക, വെറ്ററിനറി ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എക്സ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷീര കർഷകരുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് M പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സ്വാഗതവും MC പവിത്ര നന്ദിയും പറഞ്ഞു. ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ.